നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാസികൾ പ്രത്യേകിച്ച് കേരളത്തിൽ നൽകുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, പരിതാപകരമായ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്പമെങ്കിലും ജീവൻ നൽകുന്ന പ്രവാസി മലയാളികളുടെ, പ്രത്യേകിച്ചും GCC രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ സംഭാവന. പക്ഷേ നമ്മുടെ സർക്കാർ പ്രവാസികളുടെ ജീവിത നിലവാരം, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങളിലെല്ലാം അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ലോക കേരള സഭ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ മാമാങ്കം തന്നെ ഇവിടെ സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രയോജനം ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ, ചെലവഴിക്കുന്ന തുകയുടെയും നടത്തുന്ന പ്രചാരണങ്ങളുടെയും ഒക്കെ വലിപ്പം വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും പ്രയോജനം നമ്മുടെ പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല. മുഖ്യമന്ത്രി നിരന്തരമായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല സംസ്ഥാന മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ലേബർ ക്യാമ്പിൽ പോവുകയോ തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയോ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അതിനുവേണ്ടി നടത്തുകയോ ചെയ്തതായിട്ട് നിങ്ങളാരെങ്കിലും കണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് വരെ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ലേബർ ക്യാമ്പിലും പോയിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പല ലേബർ ക്യാമ്പുകളിലും പോയിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പ്രവാസികളുടെ ജീവിതത്തെ സംബന്ധിച്ചോ അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല, എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രവാസികളുടെ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഇപ്പോൾ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം മാറ്റിവെച്ചെങ്കിലും പൂർണ്ണമായിട്ടും അവരത് മാറ്റിവെച്ചിട്ടില്ല. എന്തിനാണ് ഈ ലോക കേരള സഭ ഈ സർക്കാർ നടത്തുന്നത്? ഇതുവരെ നടത്തിയ ലോക കേരള സഭയിൽ നിന്ന് എന്താണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്? ലോക കേരള സഭയുടെ പ്രയോജനം എന്താണ്? ഏത് പ്രവാസിക്കാണ് ലോക കേരള സഭ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുള്ളത്? നോക്കൂ, കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കാൻ ശക്തമായ നടപടികളെടുക്കും. കോവിഡ് കഴിഞ്ഞ് 2.5 കൊല്ലം കഴിഞ്ഞിട്ടും 3 കൊല്ലം കഴിഞ്ഞിട്ടും എന്ത് നടപടിയാണ് പ്രവാസികളുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സർക്കാർ എടുത്തത്? മടങ്ങി വന്ന പ്രവാസികൾക്ക് ഒരു 50,000 രൂപയെങ്കിലും ലോൺ കൊടുക്കാൻ, അവർക്ക് എന്തെങ്കിലും ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈ സർക്കാർ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ധനസഹായങ്ങളും ബാങ്ക് വായ്പകളും അല്ലാതെ ചെറിയ സംരംഭങ്ങൾ തുടക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു നടപടി അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഈ ലോക കേരള സഭ എന്തിനാണ് നടത്തുന്നത്? ഇത്രയും കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ജനങ്ങളുടെ പണമെടുത്ത് വലിയ മാമാങ്കം നടത്തി പ്രചാരണം നടത്തി ആളുകളെ എന്തിനാണ് മുഖ്യമന്ത്രി കബളിപ്പിക്കുന്നത്? ലോക കേരള സഭകൾ നിർത്തിവെച്ച് പ്രവാസികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കർമ്മ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവാസി വകുപ്പ് ചെയ്യേണ്ടത്. ആ പണം ഉണ്ടെങ്കിൽ മരണപ്പെട്ടവർക്ക് ധനസഹായം വിതരണം ചെയ്യാൻ പറ്റും. നല്ല സംഖ്യയിൽ പണം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക്, പരിക്ക് പറ്റിയവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തവണത്തെ ലോക കേരള സഭ എന്ന് പറയുന്ന മാമാങ്കം നിർത്തിവെച്ച് അതിന് ചെലവാകുന്ന പണമെടുത്ത് ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം,
പരിക്ക് പറ്റിയവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഈ സമയത്ത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ജീവകാരുണ്യപരമായ മനുഷ്യത്വപരമായ ഒരു സമീപനം അതായിരിക്കും. കോടികൾ ചെലവഴിച്ച് PR ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രചാരണങ്ങളും ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളെ വെച്ച് നടത്തുന്ന പരിപാടികളും നിർത്തിവെക്കണം അടിയന്തരമായിട്ട്. ആ പണം പ്രവാസികളുടെ കുടുംബത്തിന്, പ്രത്യേകിച്ച് മരണപ്പെട്ടവരുടെയും പരിക്ക് പറ്റിയവരുടെയും കുടുംബത്തിന് ധനസഹായമായിട്ട് പ്രഖ്യാപിക്കാൻ ഈ സർക്കാർ തയ്യാറാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇരു മുന്നണികളുടെയും യോഗങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ വിശകലനങ്ങളിലും നിരീക്ഷണങ്ങളിലും പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ സമഗ്രമായൊരു സമീപനം, വസ്തുതാപരമായൊരു സമീപനം ആരും കാണുന്നില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരു ഗെയിം ചേഞ്ചർ ഇലക്ഷൻ ആയിരിക്കും. സംസ്ഥാനത്ത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യതിയാനത്തിനുള്ള തുടക്കമായിരിക്കും എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. കേവലമായൊരു വോട്ട് ഷിഫ്റ്റ് അല്ല, മറിച്ച് ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം സംസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം നടക്കും. അതാണ് നടന്നിരിക്കുന്നത്. BJP ഒരു കാലത്തും കേരളത്തിൽ ജയിക്കില്ല. എവിടെയൊക്കെ BJP ജയിച്ചാലും കേരളത്തിൽ BJP ജയിക്കില്ല. BJPക്ക് കേരളം ബാലികേറ മലയായി തന്നെ നിൽക്കും. ഇരു മുന്നണികളുടെയും അവകാശവാദം ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രിയാവട്ടെ കുറച്ചുകൂടി കടന്നു പറഞ്ഞു, BJP ഒരു സ്ഥലത്തും 2ാം സ്ഥാനത്ത് പോലും എത്തില്ല. 1ാം സ്ഥാനത്ത് എത്തുന്നത് പോകട്ടെ, 2ാം സ്ഥാനത്ത് പോലും എത്തില്ല. അത് ഉറപ്പുവരുത്താനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അത്തരം അതിരുകടന്ന പ്രഖ്യാപനങ്ങൾ, അവകാശവാദങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കേരളത്തിലും BJPക്ക് ഇടമുണ്ട് എന്നുള്ള വ്യക്തമായ സൂചന, വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ ആശയപരമായ ഒരു ഡീവിയേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, അത് നിങ്ങൾ ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും എന്തിന് എളമരം കരീമിൻ്റെ ബൂത്തിലെയും ഒക്കെ വോട്ടുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ആലത്തൂരിലും മാത്രമല്ല, കേരളത്തിലെ പല ബൂത്തുകളിലും നിങ്ങൾ നോക്കിയാൽ സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും സ്വന്തം ഇടങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഒരു പരിശോധന നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വന്തം ബൂത്തുകളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സ്വന്തം ബൂത്ത്, അതുപോലെ മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും UDF LDF വ്യത്യാസമില്ലാതെ മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും ബൂത്തുകൾ നിങ്ങൾ നോക്കിയാൽ ഈ വ്യതിയാനം എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ എളമരം കരീമിന്റെ ബൂത്ത് ഞാൻ പറയാൻ കാരണം, BJP 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട്. അപ്പൊ അവിടെയൊക്കെ CPMന്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ ബൂത്തുകളിൽ, ഇവിടുത്തെ നോർത്തിലെ MLAയുടെ ബൂത്തിൽ ഒക്കെ നോക്കിയാൽ നമുക്ക് വ്യാപകമായിട്ട് ഇത് കാണാൻ സാധിക്കും. BJP പരമ്പരാഗതമായ അതിൻ്റെ വോട്ട് ബലത്തോടൊപ്പം ഇതുവരെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭൂരിപക്ഷ സമുദായത്തിലെ പട്ടികജാതി, പട്ടികവർഗം, ഈ കാര്യം എടുത്തു പറയുന്നതിൻ്റെ കാരണം പല മാധ്യമങ്ങളും അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയതായി കണ്ടില്ല. ഇപ്പോൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പട്ടികവർഗ കേന്ദ്രങ്ങൾ നിങ്ങൾ നോക്കണം. കേരളത്തിലെ ഒട്ടുമിക്ക പട്ടികജാതി വോട്ടർമാർ കൂടുതലുള്ള ബൂത്തുകൾ നിങ്ങൾ നോക്കണം. ഞങ്ങൾ അത് പരിശോധിച്ചപ്പോൾ, ഉദാഹരണം, ആ വോട്ടർമാർക്കിടയിൽ ഇതാദ്യമായിട്ട് കേരളത്തിൽ അടിസ്ഥാന വോട്ടർമാർക്കിടയിൽ, പിന്നെ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ വേറെ, ഒരു വലിയ സാമൂഹ്യ മാറ്റം ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്കിടയിലും ഭാരതീയ ജനതാ പാർട്ടി തൊട്ടുകൂടാൻ വയ്യാത്ത ഒരു പാർട്ടിയാണെന്നുള്ള ധാരണ തിരുത്തപ്പെട്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന സവിശേഷതകളിൽ ഒന്ന് അതാണ്.
തൊട്ടുകൂടാൻ പറ്റാത്തൊരു പാർട്ടിയാണ് BJP എന്നുള്ള അഭിപ്രായം പ്രബലമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പോലും ഇല്ല. ശരിയാണ്, ഇന്നലെ ഓർത്തഡോക്സ് സഭയുടെയും യാക്കോബായ സഭയുടെയും കത്തോലിക്ക സഭയുടെയും എല്ലാം പ്രസ്താവനകൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും മണിപ്പൂരിനെ കുറിച്ചാണ് ഏറ്റവും വലിയ നീചമായ വിഷം കലർന്ന പ്രചരണം നടന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഇപ്പോൾ പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകൾ തന്നെ പറയുന്നു മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗ കലാപമായിരുന്നു, ഹിന്ദുക്കളും അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, എത്ര നീചമായ പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസും CPM-ഉം ഇരു മുന്നണികളും ഇവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതിന് ശേഷം പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകളുടെ ആചാര്യന്മാർ, നേതാക്കന്മാർ പറയുന്നു ഗോത്രവർഗ കലാപമാണ് മണിപ്പൂരിൽ നടന്നത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. വൈകിയാണെങ്കിലും വസ്തുത പുറത്തു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പുകളൊന്നും അവസാനിക്കുന്നില്ലല്ലോ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിലോ ആ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം പ്രയോജനം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടാവുമായിരുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് എത്രമാത്രം കൂടുതൽ അവസരങ്ങൾ കിട്ടുമായിരുന്നു. എന്താണ് അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ പറയുമായിരിക്കും. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ 15,000-16,000 വോട്ടിനാണ് BJP തോറ്റത്. സാധാരണ പറയാറുണ്ട് സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി തിരിച്ചു വന്നിരിക്കുന്നു. യാക്കോബായ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും കത്തോലിക്ക സഭയുടെയും എല്ലാം ഈ സത്യപ്പറച്ചിൽ ഒരു മാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് അത് കുറെ കൂടി പ്രയോജനം ചെയ്യുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളെ പോലെ തന്നെ ഉയർന്നു വന്ന ഒരു പ്രശ്നം, വോട്ടർമാർ ചിന്തിച്ച ഒരു പ്രശ്നം സാമൂഹ്യനീതിയുടെ സന്തുലിതാവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും LDF-ഉം UDF-ഉം ആ വസ്തുതയോട് സകാരാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വങ്ങൾ വ്യക്തമാക്കുന്നത്. സാമൂഹ്യനീതിയുടെ വലിയൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ. നോക്കൂ, നിങ്ങൾ കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം, അവരുടെ സാമുദായിക അടിസ്ഥാനത്തിലുള്ള കണക്ക് നിങ്ങളൊന്ന് നോക്കൂ. എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യനീതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളായിട്ട് ഇത് പറഞ്ഞുണ്ടാക്കുന്നതല്ല. സാമൂഹ്യനീതിയെ കണക്കാക്കിയിട്ടാണ് ലോക്സഭയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്, നിയമസഭയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് എറണാകുളത്ത് ഒരു കാലത്തും അത് ലംഘിക്കാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത്? അങ്ങനെ പല മണ്ഡലങ്ങളിലും. മലപ്പുറത്ത് എപ്പോഴെങ്കിലും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം സാമൂഹ്യനീതിയുടെ സന്തുലിതാവസ്ഥ, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളിലും ഭരണനിർവഹണ കാര്യത്തിലുമൊക്കെ മുന്നണികളും സർക്കാരുകളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ആകെ രാജ്യസഭാ അംഗങ്ങളുടെ കണക്ക് നോക്കിയാൽ സാമൂഹ്യനീതി എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാവും.